ഇസ്രായേലിനെതിരെ ഇറാൻ തങ്ങളുടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 74-ാം ഘട്ടം അതീവ ശക്തമായി ആരംഭിച്ചിരിക്കുന്നു. മുൻപ് നടത്തി വന്നതിനേക്കാൾ വലിയ പ്രഹരശേഷിയുള്ള മിസൈൽ വർഷമാണ് ഇത്തവണ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ തന്ത്രപ്രധാന നഗരങ്ങളായ ടെൽ അവീവ്, പെറ്റാട്യൂക്ക, ഹോളോൺ, രാമത് ഗാൻ എന്നിവയെ ലക്ഷ്യം വെച്ച് വൻതോതിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. സൈനിക താവളങ്ങൾക്കും സുരക്ഷാ കേന്ദ്രങ്ങൾക്കും പുറമെ ജനവാസ മേഖലകളിലും മിസൈലുകൾ പതിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിടിച്ചുകെട്ടാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണാൻ കഴിയുന്നത്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇത്തവണ സൂപ്പർ ഹെവി മിസൈലുകളാണ് ആക്രമണത്തിനായി വിന്യസിച്ചിരിക്കുന്നത്. ഖാദർ, ഖൈബർ ഷെക്കാൻ, ഖോറം ഷഹർ 4 തുടങ്ങിയ അത്യാധുനിക മിസൈലുകളാണ് ഇത്തവണ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയൊന്നുപോലും വിടാതെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെൽ അവീവിൽ മാത്രം നടന്ന വിവിധ സ്ഫോടനങ്ങളിൽ 15-ലധികം പേർക്ക് പരിക്കേറ്റു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിന്റെ അഭിമാനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഏകദേശം 400ഓളം മിസൈലുകളാണ് യുദ്ധം ആരംഭിച്ച് 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇറാൻ വർഷിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ മാത്രമല്ല, മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ബഹ്റൈനിലെ US 5ാം കപ്പൽപ്പട എന്നിവയ്ക്ക് നേരെയും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി IRGC അവകാശപ്പെടുന്നു. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള കൊമല ഗ്രൂപ്പിന്റെ താവളങ്ങളും ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് ഇരയായി. ഇമാദ്, ഫതഹ്, ഖിയാം എന്നീ ബാലിസ്റ്റിക് മിസൈലുകൾക്കൊപ്പം അത്യാധുനിക ചാവേർ ഡ്രോണുകളും ഈ സംയുക്താക്രമണത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ അഥവാ സെൻകോമിന്റെ പ്രവർത്തനങ്ങളെ ഈ നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ വ്യോമ പ്രതിരോധ ശൃംഖലയെ തങ്ങൾ ദുർബലപ്പെടുത്തിയെന്നും ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഇനിയൊരു ഭീഷണിയല്ല, അവർ ഫലത്തിൽ മരിച്ചു കഴിഞ്ഞുവെന്ന് പ്രസ്താവിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാൻ ഈ വമ്പിച്ച സൈനിക നീക്കം നടത്തിയത്. ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും വാക്കുകൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഇറാന്റെ തിരിച്ചടി. തങ്ങളുടെ സൈനിക പ്രഹരശേഷി ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും ഏതൊരു വലിയ ശക്തിയെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നും അക്ഷരാർത്ഥത്തിൽ ഇറാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ ഊർജ്ജ നിലയങ്ങൾക്കോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ ഇതിലും ഭീകരമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ വക്താക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതിനോടകം തന്നെ UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ 4 ബാലിസ്റ്റിക് മിസൈലുകളും 25ഓളം ഡ്രോണുകളും വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ നീക്കങ്ങളെ ആഗോള സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് വിശേഷിപ്പിച്ചത്. ഡിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപം പതിച്ച മിസൈൽ അവശിഷ്ടങ്ങൾ പരിശോധിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം കടുത്ത ഭാഷയിലാണ് ഇറാനെ വിമർശിച്ചത്. ഇറാൻ വെറും ഒരു പ്രാദേശിക ഭീഷണിയല്ലെന്നും 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോഗാഷിയിലേക്ക് വരെ മിസൈൽ അയക്കാൻ അവർക്കിപ്പോൾ ശേഷിയുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. യൂറോപ്യൻ രാജ്യമായ സൈപ്രസിന് നേരെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ആണവ പദ്ധതിയെയും മിസൈൽ ശേഖരത്തെയും പൂർണ്ണമായും തകർക്കുകയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അന്തിമ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അവിടുത്തെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് തങ്ങളുടെ മറ്റൊരു ലക്ഷ്യമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. എന്നാൽ യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ടെൽ അവീവിലെ പാർക്കിംഗ് ഏരിയകളും വലിയ കെട്ടിടങ്ങളും തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 92% മിസൈലുകളെയും തടയാൻ കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനവാസ മേഖലകളിൽ പതിച്ച മിസൈലുകൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെക്കൻ ഇസ്രായേലിലെ ഡിമോണ, അരാദ് മേഖലകളിൽ മിസൈലുകൾ പതിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷാ പാളിച്ചയായിട്ടാണ് പലരും കാണുന്നത്. ചില അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്. മകൻ ഡേവിഡ് അദോം നൽകുന്ന വിവരമനുസരിച്ച് പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. മിസ്ഗാവാം എന്ന സ്ഥലത്ത് ഒരു വാഹനത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിന് ചുറ്റുമുള്ള വിവിധ മുന്നണികളിൽ നിന്ന് ഒരേ സമയം ആക്രമിക്കാനുള്ള തന്ത്രമാണ് ഇറാനും അവരുടെ സഖ്യകക്ഷികളും ഇപ്പോൾ പയറ്റുന്നത്. ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങൾക്ക് തൊട്ടടുത്തും മിസൈലുകൾ പതിച്ചതായി നെതന്യാഹു പറഞ്ഞു. 3 പ്രധാന മതങ്ങളുടെയും വിശുദ്ധ കേന്ദ്രങ്ങളെ തകർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ 100% ഫലപ്രദമല്ലെങ്കിലും വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് നദവ് ഷോഷാനി പറയുന്നത്. എങ്കിലും അതീവ സുരക്ഷാ മേഖലകളിൽ മിസൈലുകൾ പതിച്ചത് എങ്ങനെയെന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും പരസ്പരം തന്ത്രപ്രധാനമായ ഇടങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും യുദ്ധകളത്തിൽ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ സൈനിക നീക്കങ്ങൾക്കായിരിക്കും.